കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. മിസോറാം ഗവർണർ പദവി ഒഴിഞ്ഞാണ് കുമ്മനം രാജശേഖരൻ, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും വിജയിച്ച ശശി തരൂരിനെ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണയും തിരുവനന്തപുരത്ത് പരീക്ഷിക്കുന്നത്. LDFിൻ്റെ ദുർബലമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന ദുഷ്പേര് ഇത്തവണ കേൾപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് നെടുമങ്ങാട് MLA ആയ ശക്തനായ MLA ആയ C. ദിവാകരനെ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. 3ാം ഘട്ട പ്രചരണം പൂർത്തിയാകുമ്പോഴും തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് ആർക്കൊപ്പമാകുമെന്ന് വിലയിരുത്താൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. കവലകളിലെയും മറ്റും രാഷ്ട്രീയ ചർച്ചകളിലും ആർക്കൊപ്പവും ചായാവുന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് വിലയിരുത്തൽ. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം ഇത്തവണയും അദ്ദേഹത്തിന് തുണയാകുമെന്നും അതല്ല, ചിലയിടങ്ങളിൽ കോൺഗ്രസുകാർ തന്നെ ശശി തരൂരിന് എതിരാണെന്നും ഒരു കൂട്ടർ പറയുന്നു. BJPയുടെ പ്രത്യക്ഷ പ്രചരണവും RSSന്റെ അടിത്തട്ടിലുള്ള നീക്കങ്ങളും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്മനം രാജശേഖരന് തുണയാകുമെന്നും തിരുവനന്തപുരം BJP നേടുമെന്നും ഒരു പക്ഷം. CPM വോട്ടുകൾ ഇത്തവണ ചോരില്ലെന്നും അങ്ങനെയെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ കൂടി C. ദിവാകരന് ജയിക്കാനാകുമെന്ന് മറ്റൊരു പക്ഷം. കഴിഞ്ഞ 2 തവണയും ശശി തരൂരാണ് തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിൽ എത്തിയതെങ്കിലും കഴിഞ്ഞ തവണ കോവളം, നെയ്യാറ്റിങ്കര, പാറശാല എന്നീ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമാണ് ശശി തരൂരിന് തുണയായത്. 15,470 വോട്ടായിരുന്നു ശശി തരൂരിന്റെ ഭൂരിപക്ഷം. ഈ കണക്കാണ് കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. പക്ഷേ BJP സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്നും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്നവർ ശശി തരൂരിന് തന്നെ ഇത്തവണയും വോട്ട് ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ജനങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നത് ഒരു UPA 3, മോദി 2 ഇതിന്റെ സാധ്യത ഇല്ല എന്ന് ജനം മനസ്സിലാക്കി. കാരണം പല വാഗ്ദാനങ്ങൾ ചെയ്തിട്ട്, പല പ്രഭാഷണം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് 5 വർഷത്തിന് യാഥാർത്ഥ്യം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ പ്രഭാഷണം ചെയ്യും, ജനങ്ങളെ ശരിക്കും സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പണ്ടുകാലത്ത് എന്തൊക്കെ കുഴപ്പമുണ്ടാവുമല്ലോ മാറ്റി പുതിയ നേതൃത്വമാണ്, പുതിയ വഴിക്ക് പോകുന്നു, പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രചരണത്തിൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. കോൺഗ്രസ് പാർട്ടിയും അവർ ഞങ്ങളുടെ ഘടകകക്ഷികളും കൂടി UPA 3 വീണ്ടും ഉണ്ടാക്കും. അതിൽ നമ്മുടെ കേരളക്കാർക്ക് വലിയൊരു പങ്കുണ്ടാകുന്ന ഒരു സംശയം. നോക്കൂ, നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി ഒരു കേരള MP ആണെങ്കിൽ അത് എല്ലാവർക്കും ഗുണം ചെയ്യില്ലേ? ഞാൻ കാണുന്നിരിക്കുന്നത് കേരളത്തിൽ മുഴുവനും ആവേശമാണ്. പാർട്ടിയുടെ അകത്ത് എല്ലാവരും പറയുന്നു ഇപ്പോൾ UDFന്റെ 20-20 ജയിക്കുമെന്നാണ് പറയുന്നത്. തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലും കൂടി ഈ രാഹുലിൻ്റെ വരവേൽപ്പിൻ്റെ ഒരു ആവേശം അവിടെയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഈ പ്രതിപക്ഷക്കാർക്ക് എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കുക എന്നാണ് അവരുടെ ഓരോ ഉദ്ദേശം. അപ്പോൾ അവർ ചെയ്യുന്നത് പിന്നെ ഈ തീരദേശ മേഖലയിലത്തെ ജനങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നവരാണെന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ് അവർ മനസ്സ് എൻ്റെ എതിരെ മാറ്റാൻ സാധിക്കുക? അത് നടക്കില്ല. പക്ഷേ ലെഫ്റ്റുകാർ ചെയ്യണത് BJP ജയിപ്പിക്കാനാണ്. BJP എന്തിനാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. അവർക്ക് ലെഫ്റ്റ് തീരദേശത്ത് വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ സ്ഥിതിയിൽ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ജനങ്ങൾ എൻ്റെ പ്രവർത്തനം 10 വർഷക്കാലം കണ്ടിട്ടുണ്ട്. അവർക്കറിയാം സമുദ്രത്തെ മക്കളുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിച്ചത് ഞാനാണ്. തിരുവനന്തപുരം സീറ്റ് വെച്ചുമാറാനുള്ള ആലോചന ആദ്യമൊക്കെ CPMനുണ്ടായിരുന്നെങ്കിലും CPI വഴങ്ങാത്തതിനെ തുടർന്നാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ LDFിൽ ധാരണയായത്. അങ്ങനെയാണ് മുതിർന്ന നേതാവും മുൻ മന്ത്രിയും നെടുമങ്ങാട് MLAയുമായ C. ദിവാകരൻ തിരുവനന്തപുരത്തു നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ശശി തരൂരോ കുമ്മനം രാജശേഖരനോ അല്ല, ഇനി സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിച്ചാലും ജയിക്കും എന്ന ആത്മവിശ്വാസമാണ് C. ദിവാകരന്. ദീർഘനാളത്തെ പ്രവർത്തന പരിചയം തന്നെയാണ്
മണ്ഡലത്തിൽ സി ദിവാകരനെ വ്യത്യസ്തനാക്കുന്നത്. BJPയുടെ മുന്നേറ്റം തടയാൻ CPM കോൺഗ്രസിന് വോട്ട് മറിക്കുന്ന പ്രവണതയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടതെങ്കിൽ ഇത്തവണ അതിന് തടയിടാൻ തനിക്ക് കഴിയുമെന്ന് സി ദിവാകരൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ തോൽവി ജയമല്ല, ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ നേരിട്ടിട്ടുണ്ട്. 2-3 തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിലെല്ലാം നേരിട്ടപ്പോൾ എനിക്ക് ജനങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ജനദ്രോഹ നടപടിയും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതം സുതാര്യമാണ്. എന്നെ വളർത്തിയ നഗരമാണ്, എന്നെ വലുതാക്കിയ നഗരമാണ്, എന്നെ മന്ത്രിയാക്കിയ നഗരമാണ്. അവർക്ക് വേണ്ടിയാണ് അരനൂറ്റാണ്ട് കാലം സമരം ചെയ്തത്. ആ സമരമെല്ലാം അവർ നോക്കി നിൽക്കുകയാണ്. ആ ജനകീയ സമരങ്ങളിൽ ഞാൻ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടിരുന്നു. വേറെ കാര്യങ്ങളൊന്നുമല്ല ശിക്ഷ. ഇപ്പോഴും എനിക്ക് ഒരു കേസിലെ പ്രതിയാണ് ഞാൻ. അതായത് ജാമ്യം കിട്ടിയില്ല. അതായത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞു എന്നാണ് എൻ്റെ പേരിലുള്ള കുറ്റപത്രം. ഇപ്പോൾ അതുപോലെയുള്ള ജനകീയ സമരങ്ങളാണ്. അല്ലാതെ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു ക്രിമിനൽ കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനൊരു കേസും എനിക്കില്ല. മറ്റാർക്കെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. ഞാൻ പുതിയ വാഗ്ദാനങ്ങളൊന്നും പറയുന്നത്. ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കും. മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുമെന്ന് ശ്രുതിയുണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ആവർത്തിച്ച് ഉയർന്നപ്പോഴാണ് നറുക്ക് കുമ്മനം രാജശേഖരന് വീണത്. BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കെ അപ്രതീക്ഷിതമായി മിസോറാം ഗവർണറായി നിയോഗിതനായ കുമ്മനം രാജശേഖരൻ ഗവർണർ പദവി ഒഴിഞ്ഞ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ജയം മാത്രം ലക്ഷ്യമിട്ടാണ്. ശബരിമല വിഷയം മത്സരഫലം മാറ്റാൻ പ്രാപ്തിയുള്ള മണ്ഡലമായതുകൊണ്ടാണ് കുമ്മനം രാജശേഖരനെ തന്നെ മത്സരിപ്പിക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചത്. എല്ലാ മണ്ഡലങ്ങളും വിജയപ്രതീക്ഷയുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് വളരെ കാര്യമായി ഊർജിതമായി വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഇവിടെയുണ്ട്. ശശി തരൂരിനെ ഇന്ന് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞ 10 വർഷമായി അവിടെ MP ആയിരുന്നിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആ പരാജയബോധം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇതുമെല്ലാം പറഞ്ഞു നടക്കുന്നത്. തീർച്ചയായിട്ടും കടലോര മേഖലയിലുള്ള ജനങ്ങൾ NDAയ്ക്കൊപ്പം ഉണ്ട്. കടലോര മേഖലയിൽ മോഡി സർക്കാർ ചെയ്തിരിക്കുന്ന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കും. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. വടക്കേ ഇന്ത്യയിൽ തോറ്റ് ചുന്നമ്പാടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു രക്ഷ തേടി ഇവിടെ വന്നാൽ ഇവിടുത്തെ ജനങ്ങളും ഈ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അവർ അതിന് തിരിച്ചടി മറുപടി നൽകുക തന്നെ ചെയ്യും.